ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മുൻപത്തെ ഡിപ്രഷൻ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. അതൊന്ന് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഞാൻ ഇപ്പോഴും ഡിപ്രഷൻ്റെ മെഡിസിൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എങ്ങനെ വന്നു, അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ റിക്കവർ ആയത് കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നേക്കുന്നത് ഡിപ്രഷൻ വരുന്നത് പോലെ തന്നെയാണ്. ഡിപ്രഷൻ അതുപോലെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരുന്ന ഒരാളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. അത് അനുഭവിച്ചവരും അനുഭവിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന ആൾക്കാർക്കും അത് അറിയാം. അതിൻ്റെ എത്രത്തോളം ഒരു ഭീകരമായ അവസ്ഥയാണ് അതെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല, ഡിപ്രഷൻ ആയിരിക്കണം എന്നില്ല, ഏത് തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആവാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അത് അവർ ഫേസ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്നോ അവർക്ക് എങ്ങനെയാണ് അതിനകത്ത് റിക്കവറായി വരാൻ പറ്റുന്നില്ല, അവർ ട്രൈ ചെയ്തിട്ടും എന്നൊക്കെ ഉള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മൾ അവരോട് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം, നമ്മൾ അവരോട് ഏത് രീതിയിൽ അവരെ കൂടെ നിൽക്കണം എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ചിലവർ ഇങ്ങനെ ഓരോ രീതി സംസാരിക്കുന്നത് കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർക്കത് അറിയില്ല, എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാവണം മിക്ക ആൾക്കാരും അതിൻ്റെതായ വേണ്ട രീതിയിലുള്ള ബിഹേവിയർ അവരോട് കാണിക്കുന്നില്ല. ചിലപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ കൂടുതൽ പേരും അറിയാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗുഡ് ലിസണർ ആവണം. അവർക്ക് എന്താണോ പറയാനുള്ളത് അത് നമ്മൾ മുഴുവൻ കേൾക്കണം. നമ്മളിപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോടോ അല്ല നമ്മുടെ പാർട്ട്ണർ, ആരും റിലേറ്റീവ് ആരും ആയിക്കോട്ടെ, നമ്മളോട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അത് നിനക്ക് തോന്നുന്നതാ, അങ്ങനെയൊന്നും ഇല്ല, പിന്നെ അതൊക്കെ നീ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒന്നും പറയാതെ ഒരു റെസ്പോണ്ടും ചെയ്യരുത്. അപ്പോൾ അതിപ്പോൾ ആരായാലും, ബോയ് ആയാലും ഗേൾ ആയാലും ആര് പറയുന്നതാണെങ്കിലും നമ്മളത് റെസ്പോണ്ട് ചെയ്യാതെ അവരുടെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞ് നമ്മളോട് കംപ്ലീറ്റ്ലി അവർ പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് പറയുന്നതിനിടയിൽ അവർ കരഞ്ഞേക്കാം, ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞേക്കാം, അല്ലെ അവർ പൊട്ടി പൊട്ടി കരഞ്ഞേക്കാം. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാനോ ഒന്ന് ഷോൾഡറിൽ ഇങ്ങനെ ഒന്ന് തടവാനോ പോട്ടെ നീ അങ്ങനെ പറയല്ലാതെ അപ്പോഴും നമ്മൾ കയറിയിട്ട് അവരോട് നീ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, അത് നിനക്ക് തോന്നുന്നതാണ്, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒന്നും പറയാൻ പാടില്ല. നമ്മൾ എത്ര സമയം അവർക്ക് പറയാനുണ്ടോ അത് മുഴുവൻ നമ്മൾ കേൾക്കണം. നമ്മളൊരു ഗുഡ് ലിസണർ ആവണം. അവർക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മളാണ് ഇത്രയും കാലം നമ്മുടെ ഈ ബോഡി കൊണ്ട് ജീവിക്കുന്നത്. അതിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ അത് വേറൊരാൾ, എൻ്റെ കൂടെയുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളോട് അത് പറയുന്നതിന് കാരണം വേറെ എല്ലാവരോടും അവരിത് പറഞ്ഞിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളത് കേൾക്കും, നിങ്ങൾ എന്നെ മനസ്സിലാക്കും, അതുപോലെ അവൻ എൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ചിന്ത വെച്ചിട്ടാണ് അവർ നിങ്ങളോട് പറയുന്നത്. അല്ല അവർക്ക് വേറെ ആരോടും പറഞ്ഞാൽ പോരെ. അങ്ങനെ എല്ലാവരോടും ഒന്നും ഈ അസുഖത്തിനെ കുറിച്ചിട്ട് എല്ലാവരും പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു തോട്ട് ഉണ്ട്, ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് വട്ടാണ്, അവരെ പിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കാണിക്കണം, ആ രീതിയിലൊരു തോട്ടുള്ളവരാണ് നമ്മുടെ സൊസൈറ്റി. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ മിക്കവർക്കും പേടിയാണ് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതും അതിന് മെഡിസിൻ കഴിക്കുന്നതും. ആൾക്കാർ പുറത്ത് ഈ കാര്യം അറിയുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പക്ഷെ അതിനൊക്കെ കുറേ മാറ്റം ഇപ്പം ഗ്രാജുവലി നമ്മുടെ കുറേ കാലം മുമ്പൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോഴൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. അതിനൊക്കെ കൂടുതൽ ആൾക്കാരും ഇത് തുറന്ന് പറയുന്നതും, ഞാൻ ഈ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ പേഷ്യൻ്റ് ആണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് എല്ലാവരും മിക്ക ആൾക്കാരും തുറന്ന് പറയുന്നുണ്ട്. അപ്പോഴും പറയാത്ത ആൾക്കാരുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് എല്ലാവരോടും പറയില്ല അവര്. കാരണം എല്ലാവരും അറിയല്ലോ എൻ്റെ ഈ പ്രോബ്ലം എന്നുള്ളത്. അത് ചിന്തിച്ചിട്ട് നമ്മൾ അടുപ്പം തോന്നുന്നത് പറയാൻ അവർ കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ പറയുള്ളൂ. ആ പറയുന്ന ആള് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാനോ ഒന്നും പാടില്ല. നിങ്ങൾ അവർ പറയുന്നത് കംപ്ലീറ്റ്ലി കേട്ടിരിക്കുക. അത് മാത്രമാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുക്കാതിരിക്കുക. അഡ്വൈസ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലവരോട് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് അത് നിനക്ക് തോന്നുന്നതാണ്, അത് നീ ചിന്തിച്ചുണ്ടാക്കുന്നതാന്ന് പറയും. ചിലർ പറയും എന്താന്ന് വെച്ചാൽ അത് നീ കുറച്ചൊന്ന് എക്സസൈസ് ചെയ്താൽ മതി, യോഗ ചെയ്താൽ മതി, ഡാൻസ് ചെയ്താൽ മതി, പാട്ട് ചെയ്താൽ മതി, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് ഈ ഇഷ്ടമുള്ള കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ആ ഒരു എനിക്ക് ഡിപ്രഷനാണ്, അല്ല എനിക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പറയുന്ന ആള് രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പോലും, ബ്രഷ് ചെയ്യാൻ പോലും, ബ്രഷ് എടുക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്കതൊരു വലിയ കാര്യമായിട്ട് ബ്രഷ് എടുത്തിട്ട് പല്ല് തേക്കുക എന്നുള്ളത് എന്തോ ലോകത്തിലെ വലിയൊരു കാര്യമായിട്ട് അവരുടെ മൈൻഡിൽ വരുന്നത്. കാരണം അത് അവരുടെ അസുഖമാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് നീ നീ ഇപ്പൊ നിനക്ക് ഡാൻസ് അല്ലേ ഇഷ്ടം, നീ ഡാൻസ് ചെയ്തോ, എനിക്ക് പാട്ടല്ലേ ഇഷ്ടം, അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബേസിക് നീഡായിട്ടുള്ള പല്ല് തേക്കലും കുളിക്കലും ഫുഡ് ഉണ്ടാക്കലും പോലും ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുക്കാനേ പാടില്ല. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നല്ല ഒരിക്കലും പറയേണ്ടത്. ഫസ്റ്റ് നമ്മൾ അവർ പറയുന്നത് കേൾക്കുക. എന്നിട്ട് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി, നമുക്ക് അതിനെന്താന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യാം, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സപ്പോർട്ട്, ഒരു കെയറിങ് അത് നമ്മൾ കൊടുക്കണം. സപ്പോർട്ട് കൊടുത്ത് നമ്മളൊന്ന് ഷോൾഡറിൽ ഇങ്ങനെ തട്ടുക, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക. എന്നാൽ ഇങ്ങനെ നമ്മളത് ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്നത് വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുകയോ അതൊക്കെ എന്താ സിമ്പിൾ കാര്യമല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ അവർക്ക് അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അവർക്ക് ടോട്ടലി അവർക്ക് ഒരു കോൺഫിഡൻസും ഉണ്ടാവില്ല. അവർ ജീവിക്കുന്നത് വെറുതെയാണ്, ഞാൻ ഈ ലോകത്ത് വെറുതെ പാഴ് ജീവിതമാണ് എൻ്റെത്, എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ നെഗറ്റീവ് തോട്ടിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ആ ഒരു ടൈമിലാണ് നിങ്ങൾ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്, അല്ലെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത്. എല്ലാ ഞാൻ ഉണ്ട് നിന്റെ കൂടെ, ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യും, നീ വിഷമിക്കണ്ട, അങ്ങനെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാണ്, അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ കാരണമാണ് അങ്ങനെ വരുന്നത്, അതിന് ഒരിക്കലും നിന്റെ കുറ്റമല്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഇതിനൊക്കെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് വേണ്ട ക്ഷമയാണ്. ഇത്രയും ഒരാൾ പറയുന്നത് കേട്ടിരിക്കാനും, ആ കേട്ടിരുന്നിട്ട് അവരെ ജഡ്ജ് ചെയ്യാതെ, അവരെ കുറ്റപ്പെടുത്താതെ, നമ്മൾ അവരോട് ഉപദേശം ഒന്നും കൊടുക്കാതെ അവരോട് ക്ഷമയായിട്ട് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാവും. അത് അതെല്ലാം നിന്റെ വെറുതെ തോന്നലാന്ന് പോലും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നാവില്ല. ചിലപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നതാണ് അവർ പറയുന്നത്. അപ്പം അത് നിനക്ക് വെറുതെ തോന്നിയാന്ന് പറയുന്നതിന് പകരം അതൊക്കെ നമുക്ക് ശരിയാക്കാം, അതൊക്കെ ഓക്കെ ആവും, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ സെറ്റാക്കി എടുക്കും, നീ ആരാ എന്നൊക്കെ പറഞ്ഞ്, നീ അത്രയും വലിയ പുള്ളിയല്ലേ, നീ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളല്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ള ആളല്ലേ, നിനക്ക് അത്രയും കഴിവുള്ള ആളാണ് നീ, അത്രയും കോൺഫിഡൻറ്റും അത്രയും എന്താ പവറും എന്താ അത്രയും എല്ലാം അങ്ങനത്തെ ഓരോ വാക്കുകളില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാന്നല്ലാതെ നമ്മൾ അവരെ നിനക്കത് വെറുതെ തോന്നി, അത് അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് കുറേ കാര്യങ്ങൾ സൊസൈറ്റിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശവും കാര്യങ്ങളും കൊടുക്കുകയല്ല വേണ്ടത്. അപ്പം അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ക്ഷമയാണ്. ഈ ക്ഷമ നമ്മൾ കണ്ടിന്യൂസ് ഇവരുടെ ഈ പ്രോസസ്സ് മുതൽ ഇതിൻ്റെ ഏത് അറ്റം വരെയാണ് പോകുന്നത് അതുവരെ നമ്മൾ ഈ ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം.